ഹായ് ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്താണ് ശബരിമല പോകുന്നത്. അപ്പം രാവിലെ ഇപ്പൊ സമയത്ത് വേണം, സമയം ഇപ്പം 5:30 മണിയാവാൻ പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ 4 മണിക്ക് 4:30 പോയപ്പോ എല്ലാവരും എത്തി പടുക്കയൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേ ഇക്കുവിന്റെ കന്യമലയാണ്, പക്ഷെ ഇക്കു ഉറക്കം എണീറ്റിട്ടില്ല. അവൻ ഇനിയേ എണീക്കുള്ളൂ, കാരണം അവന് വയ്യ, കുറച്ച് ജലദോഷമൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് കന്നിമല ഉണ്ട്, 2-3 നേരം ഉണ്ട് കന്നിമല. ഒരു കന്നിമല ഇപ്പൊ തുടങ്ങും, പരിപാടി തുടങ്ങാൻ പോകുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ കെട്ട് നിറക്കുന്നതോട്ട് പോവാം, കാണാം. കെട്ട് കെട്ടി ഏതാണ്ട് എത്ര കെട്ടായി? 9 കെട്ടായി. ബാക്കി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഉണ്ട്. ഗൈസ് അവരൊക്കെ കെട്ട് നിറച്ചിട്ട് ഇവിടെ വന്നു. പോവാൻ പോണോ? നമുക്ക് പോവാം. നമ്മളെവിടെ പോണേ? നല്ല തണുപ്പ്, തണുപ്പുന്നുണ്ട് ഗൈസ്. ഇപ്പൊ സമയം 7:30 ആവാൻ പോകുന്നു. നല്ല തണുപ്പുണ്ട്. കെട്ട് കെട്ടിയിട്ട് തിരിച്ചു പോയത് ഫുഡ് കഴിക്കും. ഇത് നമ്മള് എവിടെയാ വേണേ? കപ്പുണ്ടാ? ഉണ്ടാ? ഓടെ കെട്ട് നിറയ്ക്കാൻ വേണ്ടി കെട്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു രക്ഷയില്ലാതെ ഓടയുണ്ട് ഗൈസ്. ഇത് ഇൻസ്റ്റാഗ്രാം ഐഡി ആണെന്ന് പറയാം. ഗൈസ് നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. മലക്കുള്ള വണ്ടി ഇല്ലാണ്. അവിടെ ആയിട്ട് തിരിച്ചിട്ട് വാ. മക്കൾ ഇവിടെ മാറി കൊടു. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്, റെഡിയായി.
ചിലപ്പോ ഓടിക്കളയും. കൈ പിടിച്ചോണം കേട്ടാ. അവളെയാണ് നോട്ടം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. നല്ല സദ്യ കഴിക്കാൻ. കറി പറഞ്ഞുകൂടെ എന്തൊക്കെയാണ്? ഈ പയ്യനൊന്നും അറിഞ്ഞൂടാ ഗൈസ്. ഈ പയ്യൻ വളരെ മോശമാണ്. പറയണേ, സംസാരിക്കണേ. അത്രേ ഉള്ളൂ. കഴിഞ്ഞ് ഹലോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. എല്ലാരും ബാക്കിലുണ്ട്. ചൂടെടുത്ത് ഉപ്പാട് വന്നു ഗൈസ്. ചൂടെടുത്ത് ഉരുവി ഗൈസ്. നീ എവിടെ പോണ്? അവർ തന്നെ ഇവിടെ വന്നു ഗൈസ്. ഒന്നാമത് ഇവിടെ ചൂട്. ഇവിടെ പോണ് KSRTC കയറി പമ്പയിൽ ഇറങ്ങാൻ പോവേ. നമ്മുടെ ടെമ്പോ, നമ്മുടെ ബസ് അവിടെ കിടക്കുന്ന നിലയ്ക്കൽ കിടക്കുകയാണ് ഗൈസ്. അവിടെ നമ്മൾ KSRTCയിലാണ് വരുന്നത്. ഗൈസ്, നമ്മൾ പമ്പയിലെത്തി. പമ്പയില് പ്രതീക്ഷിച്ചത്ര തിരക്കില്ല അല്ലേ? ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കെന്നാ പറഞ്ഞു. തിരക്കാണോ? ചെല്ലു ചേച്ചി പറയുന്ന കേട്ടപ്പോ ചേച്ചിയുടെ കൂടെ പോ. ഇക്കും ചേച്ചി ഫ്രണ്ടിൽ നടക്കുകയാണ്. ഒരു ചേച്ചി ഉള്ളതുകൊണ്ട് ഓടല്ലേ. പമ്പയിൽ അത്യാവശ്യം വെള്ളമുണ്ട്, പക്ഷേ കുറവാണ്. വെള്ളമുണ്ട്, പക്ഷെ നമ്മൾ കുളിക്കാൻ ചാൻസ് ഇല്ല. കാരണം വെള്ളത്തിന്റെ കളറൊക്കെ കണ്ടിട്ട് കുളിച്ചാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല. വെള്ളത്തിന്റെ കളർ നല്ല കറുത്ത വെള്ളം. കേസോടെ കുളിക്കാനൊന്നും പറ്റത്തില്ല. വെള്ളം വെറും മോശമാണ്. നമ്മളാരും ഇറങ്ങുന്നില്ല. വെള്ളം കുറവാണ്. അവിടെ കെട്ടി നിർത്തിയേക്കുന്നതാണ്. നമ്മളാരും ഇറങ്ങുന്നില്ല. ഫുള്ള് വേസ്റ്റ്. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. നോക്കി ഉള്ള വേസ്റ്റ് തുണികൾ അത്രയും അഴിച്ചു മൊത്തം കാണിക്കും. എന്താ ഇത്? ഉറക്കപ്പറ. എന്താണ് ഈ നിമിഷത്തിൽ പറയാം? സൂപ്പർ വെള്ളമൊളിയാ. പമ്പയില് നല്ല അടിപൊളി വെള്ളം അല്ലേ? നമുക്ക് ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് കയറാം. ഈ കടയിൽ നിന്ന് ചായ വാങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഗൈസ് നല്ല അടിപൊളി ചായ. അടിപൊളി വാട്ട ചായ. എങ്ങനെയുണ്ട് ചായയുടെ അഭിപ്രായം പറയാം? ഒരു ചായയുടെ പാലില് 5 ചായ. നിനക്ക് എന്താ പറയാനുള്ളത്? ചായ വാട്ട ചായ നല്ല ചായ എങ്ങനെയുണ്ട്? ചായ വേറും സൂപ്പർ.
നമ്മൾ മലകയറ്റം തുടങ്ങി. ഫസ്റ്റ് കയറ്റം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുപ്പ ആക്റ്റീവ് ആണ്. കുറച്ചുകൂടെ കഴിയുമ്പോ ഇനി ഇക്കുന്റെ അവസ്ഥ എങ്ങനെ അറിഞ്ഞൂടാ. ഇപ്പൊ എല്ലാരും ആക്റ്റീവ് ആണ്. ഈ പയ്യ ഇപ്പോഴേ ഇവിടെ നിന്ന് നമ്മളാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് കയറ്റം ശരളെ വിളിച്ചോ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ. ഹായ് പറ. ബ്രോ എന്താ പറയാനുള്ളേ? തുടങ്ങിയല്ലോ ബ്രോ. ഓക്കെ ഓക്കെ ആണല്ലേ? ഒന്നായേ ഉള്ളു. 24 കയറ്റം ഉണ്ട്. കളന്നാ ആയിട്ടില്ല. ഇവരെ കൊണ്ട് പോണോണ്ട് പതുക്കെ പോകാൻ പറ്റുള്ളൂ. പകുതി പോലും ആയിട്ടില്ല ഗൈസ്. നടക്കാൻ വയ്യ ഗൈസ്. തോളി കയറിയിരിക്കുന്നു. എക്കുന് മാത്രമല്ല നമ്മുടെ അവസ്ഥ ഇതാണ്. പക്ഷെ നമ്മള് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ പ്രചോദനം എന്താ ഗുരുസ്വാമിയാണ്. ഗുരുസ്വാമിയെ കെട്ടെന്ന് കാണാനില്ല. പക്ഷെ സന്നിധാനം എത്തി. ദർശനത്തിന് വേണ്ടി നമ്മൾ പോവുകയാണ്. ദർശനത്തിന് വേണ്ടി പോവുകയാണ്. ഈ സാറാണ് നമുക്ക് ദർശനം സെറ്റ് ചെയ്ത് തരുന്നത്. നമ്മളിവിടെ ദർശനം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുത്തന് ഉറക്കമൊന്നുമില്ല ഗൈസ്. സമയം 12:15. അവിടെ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് കാണിച്ചു കൊടുക്കും. അവരൊക്കെ അവിടെ ജോലിയിലാണ്. കുറച്ചു പേരൊക്കെ ഉറങ്ങി. ബാക്കിയുള്ളവരൊക്കെ നെയ്യഭിഷേകത്തിന്റെ പരിപാടിയിലൊക്കെയാണ്. പിന്നെ അമ്മയും മാമിയും ഒക്കെ കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാൻ പോയി. ഞാനിവിടെ ഒരാളെ ഉറക്കാൻ വേണ്ടി നോക്കുന്നു. പക്ഷെ നടക്കുന്നില്ല. ഇതാ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഹായ് ഗൈസ്, നമ്മളിപ്പോ മല തിരിച്ചിറങ്ങിയാണ്. ദർശനമൊക്കെ കഴിഞ്ഞു. നെയ്യഭിഷേകം കഴിഞ്ഞു. നമ്മുടെ ഗുരുസ്വാമി ഫ്രണ്ട് ചെയ്ത് നയിക്കുകയാണ്. നമ്മളെ ഗുരുസ്വാമിയെ കാണിക്കട്ടെ. ഗുരുസ്വാമി ഫ്രണ്ട് ചെയ്ത് നയിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോ ഇവിടെ ഈ വഴിയാണ് നമ്മൾ ഇറങ്ങുന്നത്. തിരിച്ചിറങ്ങുന്നതാണ്.
രാവിലെ എണീറ്റു, പല്ലൊക്കെ തേച്ചു. ഫുഡൊന്നും കഴിച്ചില്ല. അങ്ങോട്ട് പോയിട്ട് കഴിക്കാം. ഇവിടുത്തെ ഫുഡൊന്നും കൊള്ളൂല. ഇന്നലെ കഴിച്ചതിനെ ആരും കഴിച്ചില്ല. ചായ പോലും കൊള്ളൂല. എല്ലാം വെറും കൂറയായിരുന്നു. പിന്നെ ഇക്കു രാവിലെ തോളത്ത് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കാൻ വയ്യ. ഇക്കു നേരെ തോളി കയറി. രാവിലെ കഴിച്ചതിലൊരു നിർബന്ധമാണ്. ബാക്കി എല്ലാരും ഉണ്ട്, ബാക്കിൽ വരുന്നുണ്ട്. ഇനി ഇറങ്ങുന്നതാണ് ടാസ്ക്. നമ്മൾ ലേറ്റായി. ഇപ്പം 8 മണിയായി. എന്ന് നമ്മൾ ഈ സമയമൊക്കെ ആകുമ്പോ പമ്പ എത്തും. 8 മണിക്ക് നമ്മള് സാധാരണ വരുമ്പോ 8 മണിയാകുമ്പോ കറക്റ്റ് പമ്പ എത്തും. പക്ഷെ നമ്മളിവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങിയുള്ളൂ. കാരണം കാലൊക്കെ വയ്യാത്ത എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പതുക്കെ പോവാന്ന് വിചാരിച്ചു. പിന്നെ ഇക്കുവിന് ഉറങ്ങണം രാവിലെ. ഇക്കുവിനെ പിന്നെ പതുക്കെയാണ് വിളിച്ചുണർത്തിയത്. എല്ലാരും ഉണ്ട്. ഇക്കുസ് എങ്ങോട്ട് നോക്കിയേ? ഇക്കുസിന് വയ്യ ഗൈസ്. ഇക്കുസിനെ ചെമന്നോണ്ടാണ് പോണത്. ഇക്കുടെ മാമനാണ് എടുത്തോണ്ട് പോണത്. ഡോളി 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 ഡോളി. ഹായ് പറയൂ. ഹായ് ഗൈസ്. ഗൈസ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം വണ്ടി കൊണ്ടുവരാൻ നമ്മൾ ചെയ്യൂല. ബസ്സിൽ കയറിയിട്ട് അവസാനം നമ്മൾ ഇതുപോലെ നിന്ന് വരണം. ഇതാണ് ഇവിടുത്തെ റൂള്. നമ്മളെന്തൊരു ബസ്സിൽ കയറുമ്പോൾ അമ്മരെ വായിരിക്കണം, നമ്മൾ കേൾക്കാൻ വേണം. നമ്മള് നിലയ്ക്കൽ നിന്ന് പമ്പയിൽ നിന്ന് നമ്മള് പിള്ളേരെ കൊണ്ട് 1.5 കിലോമീറ്റർ നടന്നിട്ടാണ് അമ്മമാര് ബസ്സിൽ കയറണത്. എന്നിട്ട് അവിടെ നിന്ന് കൈ കാണിച്ചാൽ കയറ്റൂല. എന്നിട്ട് അവിടെ ബസ് സ്റ്റോപ്പ്, പ്രത്യേകിച്ച് ബസ് സ്റ്റോപ്പ്, എന്നിട്ട് അമ്മരെ തോന്നണ പോലെ പൈസയുമായി. അതുകൊണ്ട് ഗതിയുള്ളവരാരും മര്യാദക്ക് വരാതിരിക്കുന്ന ഏറ്റവും കൂടുതൽ നല്ലത്. പറ അഭിപ്രായങ്ങൾ പറ. അയ്യപ്പൻ തോടിലെ തുരുമ്പിലുണ്ട് ഗൈസ്. അതാണ് വീട്ടിൽ തൊഴുക. വീട്ടിൽ തൊഴണ നല്ലത്. ഗൈസ് അങ്ങനെ നമ്മള് തിരിച്ചെത്തി. മാല ഊരി നമ്മളിനി പോകാൻ പോവാണ് ഗൈസ്. വീട്ടിലോട്ട് പോകണം. എല്ലാരും ഉണ്ട്. ബൈ 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 ഗൈസ്.